രോഗഭാരത്താൽ ആശങ്കയിലാണോ നിങ്ങൾ? എന്നാൽ ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കുക. നമസ്കാരം. ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നത് പ്രധാനമായും രണ്ട് ഇടങ്ങളിലാണ്. ഒന്ന്, ആതുര സേവന കേന്ദ്രങ്ങൾ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ആശുപത്രികളിലും, രണ്ട്, ആരാധനാലയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തി കച്ചവട കേന്ദ്രങ്ങളിലും. നമ്മുടെ അജ്ഞതയാണ് ഈ രണ്ടിടങ്ങളിലും മുതലെടുക്കപ്പെടുന്നത്. ഈ രണ്ട് സ്ഥലത്തെയും ഒരു ശരാശരി മനുഷ്യൻ ആശ്രയിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴാണ്. ഒറ്റ വാക്കിൽ മരണഭയം അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള കൊതിയാണ് അവരെ ഇവിടേക്ക് അടുപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഏറ്റവും ലാഭകരമായ കച്ചവടവും ഈ മരണഭയത്തെ ചൂഷണം ചെയ്യലാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും അത് നിർബാധം തുടരുന്നു. നാം എത്രയും അജ്ഞരാണോ അത്രയും ചൂഷണത്തിന് വിധേയരാകും എന്ന് ചുരുക്കം. ജീവന്റെ വില എന്ന് പറയാറില്ലേ? എൻ്റെ ജീവന്റെ വില എൻ്റെ കയ്യിലുള്ള സ്വത്തിനെ ആശ്രയിച്ചിരിക്കും. കോടീശ്വരനാണ്, 70 വയസ്സ് കഴിഞ്ഞു, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് മാത്രമേ ജീവിതം ദീർഘിപ്പിക്കുവാൻ സാധിക്കൂ എന്നാരെങ്കിലും പറഞ്ഞാൽ, ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് കൂടിപ്പോയാൽ ഒരു കൊല്ലം കൂടിയൊക്കെ ജീവിതം നീട്ടിവെക്കാം എന്ന് അറിയാമെങ്കിൽ പോലും കാശുണ്ടെങ്കിൽ ആ പ്രൊസീജിയറിന് കോടികൾ മുടക്കി നാം തയ്യാറാകും. അപ്പൂപ്പന് 95 വയസ്സുണ്ട്, കഴിഞ്ഞ 10 കൊല്ലമായി കിടപ്പിലാണ്, വെന്റിലേറ്ററിൽ ആക്കട്ടെ എന്ന് ആശുപത്രിക്കാർ ചോദിച്ചാൽ നാം ആക്കാൻ പറയും. പരമാവധി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും ജീവൻ നിലനിർത്തുവാൻ നാം ആവശ്യപ്പെടും. ഭൂമിയിൽ നിന്നും മാർസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ കുട്ടികൾ പോലും ചാടി ഉത്തരം പറയും. സകലമാന ഡെഫിനേഷനുകളും സൂത്രവാക്യങ്ങളും നാം കാണാതെ പറയും. എന്നാൽ നാം കഴിക്കുന്ന ഒരു പ്ലേറ്റ് ചോറിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ഉത്തരം അറിയാം? ഓരോരുത്തരുടെയും ജീവിതശൈലി അനുസരിച്ച് എത്ര ഊർജം വേണം, അത് കൃത്യമായി ആണോ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്, അതോ ആവശ്യമായതിൻ്റെ 10 മടങ്ങാണോ ശരീരത്തിലേക്ക് എത്തുന്നത്? അധിക ഊർജം കൊഴുപ്പായി സംഭരിച്ച് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് എത്ര പേർക്കറിയാം? നാം ഭക്ഷണ രൂപത്തിൽ അകത്തോട്ട് കൊടുക്കുന്നതിൽ ഒരല്പം ശ്രദ്ധിച്ചാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാമെന്നിരിക്കെ ഇതൊന്നും മനസ്സിലാക്കാതെ ലക്ഷങ്ങൾ മുടക്കി ലൈപ്പോസെക്ഷൻ സർജറിയും ടമ്മി റിഡക്ഷൻ സർജറിയും ബെരിയാട്രിക് സർജറിയും ഒക്കെ ചെയ്യുന്നു. വീണ്ടും അതേ ഫുഡ് ഹാബിറ്റ് തുടരുമ്പോൾ വീണ്ടും തടി കൂടുന്നു, വയറ് ചാടുന്നു. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും നമുക്കുള്ള അറിവ് തുലവും കുറവാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ അജ്ഞതയാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുക. മരണഭയത്താൽ ചെല്ലുന്ന നമ്മെ അവിടെയും എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ ഒരു അറിവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സൾഫ്യൂരിക് ആസിഡ് ഗ്ലാസ് ടംബ്ലറിലെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നേർപ്പിച്ച് അതിൽ നിന്ന് കട്ടപ്പുക പോകുന്നത് കാണാം എന്ന് പഠിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ ഒരു തവി ചോറിൽ കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതുകൊണ്ട് വളരെയേറെ പ്രയോജനമുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അധികമായി വരുന്ന ഓരോ രൂപയും അധിക കോശങ്ങളായി നമ്മുടെ ശരീരത്തിൽ നാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ഓരോ പഞ്ചായത്തുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉണ്ടായിക്കൊണ്ടുമിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് നാം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നൊക്കെ ചൊല്ലും നമുക്കുണ്ട്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾക്കിടയിൽ നമുക്ക് ഈ ചെറിയ കാര്യങ്ങൾ കൂടി ചിന്തിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വത്സ ഡാനിയേൽ എന്ന ഒരു അമ്മയുടെ വാക്കുകളാണ്. 53-ാം വയസ്സിൽ ക്യാൻസർ രോഗം കണ്ടുപിടിക്കപ്പെട്ട ഈ അമ്മയ്ക്ക് ഇന്ന് 74 വയസ്സ് കഴിഞ്ഞു. സാധാരണഗതിയിൽ ക്യാൻസർ ബാധിച്ചു എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ പോകും. ഭയന്ന് പഴിച്ച് എത്രയും പെട്ടെന്നങ്ങ് പോയാൽ മതി എന്ന ചിന്തയാവും പിന്നീട് അങ്ങോട്ട്. എന്നാൽ ഈ അമ്മ ഭയക്കാതെ രോഗവിവരം മനസ്സിലാക്കി കൃത്യമായ ചികിത്സ നടത്തി ഭക്ഷണകാര്യങ്ങളിലും എക്സർസൈസിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. രണ്ടാമതും ക്യാൻസർ വന്നിട്ടും ഈ അമ്മ അതിനെയും മാനേജ് ചെയ്ത് 21 വർഷങ്ങൾ പരസഹായമില്ലാതെ പിന്നിടുകയാണ്. ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തനിക്ക് വീണ്ടും ക്യാൻസർ ബാധിക്കില്ലായിരുന്നു എന്ന് ഈ അമ്മ വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം ഈ അമ്മയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നല്ല അറിവുകൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങളും ശ്രമിക്കാം. ഇനി നമുക്ക് വത്സ ഡാനിയേൽ എന്ന അമ്മയുടെ വാക്കുകൾ കേൾക്കാം. സാറിന്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് ഞാൻ. 74 വയസ്സുണ്ട്, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ഇപ്പൊ തിരുനെൽവേലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു വിഡോയാണ്. ഒത്തിരി അപ്രീസിയേഷൻ ഉണ്ട് സാറിന്റെ വീഡിയോകൾ.
കാണുന്നതിൽ. താങ്ക് യു ആന്റി. ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ സാറേ, ഈ മനുഷ്യർക്കൊന്നും ഒരു അവയർനെസ് ഇല്ല. ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ തന്നെ അതിനകത്ത് എന്തൊക്കെ നമ്മൾ തിരക്കിയിട്ട് വേണം പോകാനെന്നുള്ള ഒരു അവയർനെസ്സേ ഇല്ല. അങ്ങനെ അവയർനെസ് വരുത്താനായിട്ട് സാറിനെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ 2ാമത്തെ തവണയാണ് എനിക്ക് ക്യാൻസറിന്റെ അറ്റാക്ക് വരുന്നത്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഗംഗാധരന്റെ കീഴിലാണ് എന്റെ ട്രീറ്റ്മെന്റ് പോകുന്നത്. 2003 ഡോക്ടറുടെ വന്ന സമയത്തേ ഉള്ള ഒരു പേഷ്യന്റ് ആണ് ഞാൻ. അപ്പൊ ഡോക്ടർ വളരെ കാര്യമായിട്ടാണ് എന്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ എല്ലാ മാസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇത്രയും വലിയൊരു ഡോക്ടറാണ്. പക്ഷേ ഡോക്ടറെ ഡയറക്റ്റ് വിളിച്ച് ആ വിവരം പറയാൻ ആവശ്യപ്പെട്ടേക്കുന്നത്. രാവിലെ 7:30 വിളിച്ചാൽ മതി, ഒറ്റ ബെല്ലിൽ ഡോക്ടറെ എടുക്കും. അങ്ങനത്തെ ഡോക്ടേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. ആ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഒക്കെ എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആദ്യമേ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു 2003. പിന്നെ ഇപ്പോഴാണ് അത് ഓവേറിയൻ ക്യാൻസർ ആയിട്ട് വന്നത്. അന്നേരം ഒരു ജൂനിയർ ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് എന്നോട് ചോദിച്ചത്, ബ്രക്ക ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പം ഞാൻ ആ ബ്രക്ക ടെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ 2003 ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ബ്രക്ക ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് എഴുതി തന്നു. ബ്രക്ക ടെസ്റ്റ് എടുത്തു. അപ്പൊ എന്റെ മദറിനും ഒക്കെ ക്യാൻസർ ഉണ്ട്. അപ്പൊ ഫാമിലി ഹിസ്റ്ററി നല്ലപോലെ ഉള്ളതാണ്. ബ്രക്ക ടെസ്റ്റ് എടുത്തു, ഞാൻ പോസിറ്റീവ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ എനിക്ക് ഓലാപാരിബ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കാൻ തന്നിട്ടുണ്ട്. ഞാനിപ്പോ 1 വർഷം കൊണ്ട് ഓലാപാരിബ് ടാബ്ലറ്റ് കഴിക്കുകയാണ്. അപ്പൊ എല്ലാ മാസവും അത് കാരണം കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം. കീമോയും ബാക്കിയെല്ലാം കഴിഞ്ഞതാണ്. ഓഗസ്റ്റില് എനിക്ക് പെറ്റ് സ്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. നമ്മൾ ഈ പോകുന്ന പേഷ്യൻസിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവർക്കും കൂടെ കുറച്ച് അവയർനെസ് ഉണ്ടെങ്കിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഡോക്ടേഴ്സിനടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. നമുക്കിപ്പോ ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പം പ്രത്യേകിച്ച് ഈ ഒരു അവയർനെസ് കുറവ് കൊണ്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് നമുക്ക് ഫീൽ അതായത് ചെയ്തത്. അതിന്റെ അവയർനെസ്സിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരാൾക്ക്, എനിക്ക് നേരത്തെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ഒരു ഓവറി അവിടെ ഉണ്ടായിരുന്നു. 32ാമത്തെ വയസ്സിൽ എന്റെ ഇത് യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അവയർനെസ്സിന്റെ കുറവെന്ന് പറഞ്ഞാൽ ആ ഓവറിയും കൂടെ ഞാൻ വിതിൻ 5 ഇയേഴ്സ് റിമൂവ് ചെയ്തിരിക്കണമായിരുന്നു. അതിന്റെ അവയർനെസ് എനിക്കില്ലായിരുന്നു. അതാണ് എനിക്ക് ബുദ്ധിമുട്ട് 2ാമത് ഇപ്പൊ വന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇതൊന്നും ഡോക്ടേഴ്സ് പലപ്പോഴും പറഞ്ഞു തരില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ പോസിറ്റീവ് ആണെന്ന് ഡോക്ടർ ഗംഗാനോട് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു, പെമ്മക്കെല്ലാം, എനിക്ക് 2 പെമ്മക്കളാണ്, 2 പേർക്കും ചെയ്യാൻ പറഞ്ഞു. അതിന് എത്രയാ കോസ്റ്റ്? 10,000 രൂപ. ആ ടെസ്റ്റിൽ എന്താ അവര് പറയുന്നത്? അതിന്റെ ഒത്തിരി ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല സാറേ. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാകാൻ സാധ്യതയുണ്ടോ? കാരണം ഇത്തരത്തിലൊരു നിങ്ങളിൽ ഒരു ഭീകരത സൃഷ്ടിച്ച്, പ്രത്യേകിച്ച് ഒരു ക്യാൻസർ രോഗികളിൽ നിങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങളും വരുന്നു പറയുമ്പോൾ. ഇല്ല സാറേ, ഇല്ല. സയന്റിഫിക്കലി പ്രൂവൺ ആണോ? സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഇപ്പൊ എന്റെ 1-2 ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവരൊക്കെ നെഗറ്റീവ് ആണ്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രം ആയിട്ട് ഇല്ല. ഇപ്പൊ എന്റെ മൂത്ത മകള് പോസിറ്റീവ് ആണ്. ഇപ്പൊ അവളോട് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് യൂട്രസും ഓവറിയും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട്, ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ. ഇപ്പൊ അവൾ അബുദാബിയിലാണ്. അപ്പൊ അബുദാബിയിൽ അവരുടെ ഇൻഷുറൻസ് കവറേജിൽ അവളത് ചെയ്തിട്ടുണ്ട്. ഇളയ ആള് അമേരിക്കയിലാണ്. അവളൊരു നഴ്സ് പ്രാക്ടീഷണറും കൂടെയാണ്. അതുകൊണ്ട് അവൾ അവിടെ ചെയ്തു. അവള് നെഗറ്റീവാണ്. അപ്പൊ അത് ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പൊ നമുക്ക് ഈ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ ആശുപത്രികളിൽ പോകുമ്പോൾ ശരിക്കും ചൂഷണവും തട്ടിപ്പും, നമ്മുടെ അതായത് ആളുകൾക്ക് അവയർനെസ് കുറവുള്ളതുകൊണ്ട് പലതരത്തിലുള്ള ചൂഷണങ്ങളും തട്ടിപ്പുകളും നടക്കുന്നില്ലേ? ഉണ്ട് സാറേ. അതായത് ഇപ്പൊ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനൊന്നും ഇമ്മ്യൂണോ തെറാപ്പി എഫക്റ്റീവ് അല്ല. ശരിക്കും പറഞ്ഞു, എനിക്കത് അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഇവിടെ ഒന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പിക്ക് പോകും ആൾക്കാർ. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ അടുത്ത് പൈസ പോകും. ഇമ്മ്യൂണോ തെറാപ്പി, അതായത് നമുക്ക് അവയർനെസ് ഇല്ല ഇതിനകത്ത്. എനിക്കിപ്പോ അമേരിക്കയില് ആ മകള് ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് ഒത്തിരി അവയർനെസ് എനിക്ക് അവളുടെ അടുത്തൊന്ന് കിട്ടും. എനിക്ക് അവിടെ വെച്ചാണ് ഇത് ഡിറ്റക്ട് ചെയ്തത്. അത് കാരണം കൊണ്ട് എനിക്ക് എന്റെ ഒരു ദൈവാധീനം കൊണ്ട് എനിക്ക് അവൾ ഈ മെഡിക്കൽ ഫീൽഡിൽ ആയതുകൊണ്ട് എനിക്ക് ഒരു ഓങ്കോളജിസ്റ്റിനെ കാണാൻ പറ്റി. അപ്പം പുള്ളി ഫുഡിന്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ അതൊന്നും പറയുകയല്ല. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ഈ ഒരു ക്യാൻസർ രോഗം ഡിറ്റക്ട് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇപ്പം അതായത് ആദ്യ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റും ഇപ്പൊ 2ാമത് വീണ്ടും ഇത്തരത്തിലുള്ള ഓവേറിയൻ ക്യാൻസർ വന്നു. അന്നേരം ഏത് വയസ്സിൽ, എത്ര വർഷം മുമ്പായത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് 53ാമത്തെ വയസ്സിൽ. 20 വർഷങ്ങൾക്ക് ശേഷമാണ് 2ാമത്തെ ഇത് ഐഡന്റിഫൈ ചെയ്തത്. അതായത് ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും അതിന്റെ ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടും ഇപ്പോൾ ഏതാണ്ട് 20 വർഷത്തോളം ജീവിക്കാൻ പറ്റി. ഇപ്പോഴും സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു. മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ ജീവിക്കാനും പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ആശ്രയിക്കാൻ ജീവിക്കാൻ പറ്റുന്നു. രോഗം ഐഡന്റിഫൈ ചെയ്തു, ട്രീറ്റ് ചെയ്തു, വീണ്ടും ഒരു ഐഡന്റിഫൈ ചെയ്തുവെങ്കിലും നമ്മളതിനെ ട്രീറ്റ് ചെയ്തു പോകുന്നു. അതെ. ഫുഡ് ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ്.
ഒവേറിയൻ ക്യാൻസർ പോലെയുള്ള ആൾക്കാർക്ക് പറയുന്നത്. അപ്പൊ എന്റെ മൂത്ത മകള് ഇങ്ങനെ കുറെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്, ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ് അവള്. അപ്പൊ അവൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് രാത്രിയിൽ എനിക്ക് കഴിക്കാനായിട്ട് ഒരു കുറുക്കാണ് ഉണ്ടാക്കുന്നത് ഇവിടെ. അപ്പൊ അത് ഇങ്ങനെ മില്ലറ്റ്സ് അങ്ങനെ കുറെ സാധനങ്ങളും അതിന്റെ കൂട്ടത്തിൽ ബദാം, പിസ്ത, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സീഡ്സ് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചിട്ട് അതാണ് രാത്രിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത്. ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ 2 മുട്ടയുടെ വെള്ള, അതും പുഴുങ്ങിയ മുട്ടയുടെ വെള്ള, അതുമാണ് കഴിക്കുന്നത്. പിന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ പുട്ടോ ഇഡലിയോ എന്തെങ്കിലും കഴിക്കും. പക്ഷേ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ തുടങ്ങി തന്നെ മധുരം നിർത്തി വെച്ചിരിക്കുകയാണ്. ഡയബറ്റിക് ആയിരുന്നോ? ഡയബറ്റിക് ഒന്നും അല്ല. അതായത് നമ്മുടെ ശരീരത്തില് പഞ്ചസാരയുടെ അളവ് കൂടുന്ന സമയത്താണ് ഈ ക്യാൻസർ സെൽസിന് വളരാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റും കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് മധുരത്തിനോട് ഇഷ്ടമേ വരില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ പോയാൽ തന്നെ മധുരം ഇട്ട് അവർ ചായ തരുവാണെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് അത് കുടിക്കാൻ. അപ്പൊ ആ ഡയറ്റ് വളരെ ഇതാണ്. പിന്നെ അതിന്റെ കൂട്ടത്തില് ചെറിയ രീതിയിലുള്ള എക്സസൈസ്. വലിയ ഇതിലൊന്നും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിപ്പോ 74 വയസ്സുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറെ അവയർനെസ് ഉണ്ട്, എക്സസൈസിന്റെ അവയർനെസ്. അപ്പം ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെയാണ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ക്യാൻസർ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈഫ് സ്പാൻ കുറയും എന്നൊക്കെയുള്ള ഒരു ഭീതി ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഇയർലി 50s ഇത് ഐഡന്റിഫൈ ചെയ്തു, ട്രീറ്റ് ചെയ്തു, ഇപ്പോൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ഒരു മെസ്സേജ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ഒരു അവയർനെസ് സ്വയമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഹോപ്പില്ലാത്ത ഒരു അവസ്ഥ പോലെ ആയിരുന്നു ഞാൻ ഡോക്ടർ ഗംഗാറിന്റെ അടുത്ത് 2023 നവംബറിൽ ചെന്നത്. അപ്പൊ ആദ്യത്തെ ഒരു കീമോ ഞാൻ എടുത്തു നോക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ കീമോ എടുത്തു, അത് ഇഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ പിന്നെ തുടർന്ന് 5 കീമോയുടെ 6 കീമോയെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പോയി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, ഞാൻ പേടിക്കാറില്ല. അതൊന്ന്. പിന്നെ തന്നെയല്ല, ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടില് ഞാൻ പിറുപിറുക്കാറില്ല. പിന്നെ ഇപ്പൊ ഈ സമയത്ത് തന്നെ ഞാൻ ഇവിടെ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഇല്ല, ഞങ്ങൾക്കൊരു ചെറിയ ഫാമാണ് ഇവിടെ ഉള്ളത്. അതിനെ ഞാൻ പിറുപിറുക്കാതെ മാനേജ് ചെയ്യാനായിട്ട് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചു. അതൊക്കെ എനിക്ക് വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അയ്യോ എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. കീമോ എടുക്കാൻ പോകുമ്പോഴൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ക്യൂബിക്കിളില് വേറെ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ച് ഒക്കെ കിടന്നാണ് കീമോ എടുക്കുന്നത്. അപ്പൊ ആ സിസ്റ്റേഴ്സിനൊക്കെ തന്നെ വലിയ അത്ഭുതമാണ്, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? അപ്പൊ ഞങ്ങൾ പറയേ ഇരിക്കുന്ന എന്താ, ഇപ്പൊ ഇത് കീമോ എടുക്കുകയല്ലേ, അപ്പൊ കീമോ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അവിടെ നിന്ന് കരഞ്ഞോണ്ട് വിളിച്ചോണ്ട് കീമോ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എടുക്കണല്ലേ. സാറിന് വേണമെങ്കിൽ എന്റെ നമ്പർ സേവ് ചെയ്ത് വെക്കാം. ആരെങ്കിലും ക്യാൻസർ പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിന്റെ ഭാരോ പ്രയാസമോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.